ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതായത് മലയാളത്തിൽ ആദേശ രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് ആദേശ രാസപ്രവർത്തനം? എന്താ? ക്രിയാശേഷി കൂടിയ മെറ്റൽ, ക്രിയാശേഷി കുറഞ്ഞ ലോഹത്തെ എന്ത് ചെയ്യുന്നു? ക്രിയാശേഷി കൂടിയ മെറ്റല് ക്രിയാശേഷി കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ സൊല്യൂഷനിൽ നിന്നും ലായനിൽ നിന്നും ആദേശം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. നമ്മളവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ സിങ്ക് തന്നെ താഴ്ത്തി വെച്ചാൽ എന്ത് സംഭവിക്കും നമ്മൾ പഠിച്ചു അല്ലേ? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ, നീല നിറമുള്ള സൊല്യൂഷനിൽ ഒരു സിങ്ക് റോഡ് താഴ്ത്തി വെച്ചാൽ നടക്കുന്ന പ്രവർത്തനം നമ്മൾ പഠിച്ചു അല്ലേ? അവിടെ സിങ്ക് റോഡിന് എന്ത് സംഭവിക്കുന്നു? സിങ്ക് റോഡിന് മാറ്റം സംഭവിക്കും അല്ലേ? സിങ്കിൻ്റെ പുറത്ത് കോപ്പർ പറ്റിപ്പിടിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ? തിരിച്ച് കോപ്പർ സൾഫേറ്റ് ലായനിക്ക് എന്ത് സംഭവിക്കുന്നു? കോപ്പർ സൾഫേറ്റിൻ്റെ നീല നിറം മങ്ങുന്നതായിട്ടൊക്കെ നമ്മൾ പഠിച്ചു, നീല നിറം കുറയുന്നു. കാരണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. കോപ്പർ സൾഫേറ്റിൽ 2 അയോൺസ് ഉണ്ട്, Cu2+ SO4 ആ Cu2+ ആണ് കോപ്പർ സൾഫേറ്റിന് നീല നിറം കൊടുക്കുന്നത്. കോപ്പർ സൾഫേറ്റ് ലായനിക്ക് ആ നിറം കൊടുക്കുന്ന ആരെന്ന് ചോദിച്ചാൽ കോപ്പർ സൾഫേറ്റിൽ അടങ്ങിയിരിക്കുന്ന Cu2+ അയോൺസ് ആണ്. ആ Cu2+ അയോൺസ് കോപ്പറായിട്ട് മാറും, കോപ്പർ ആറ്റങ്ങളായിട്ട് മാറി താഴ്ത്തി വെച്ച സിങ്ക് റോഡിൽ പറ്റിപ്പിടിക്കും. സിങ്ക് റോഡ്, സിങ്കിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനേക്കാൾ സിങ്കിന്, താഴ്ത്തി വെച്ച സിങ്കിന് കഴിവ് കൂടുതലാണ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണ്, കഴിവ് കൂടുതലാണ്. അപ്പോൾ കഴിവ് കൂടിയ മെറ്റല് അവിടെ കഴിവ് കുറഞ്ഞ മെറ്റലിനെ എന്ത് ചെയ്യുന്നു? അതായത് കോപ്പറിനെ കോപ്പർ സൾഫേറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, ആദേശം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു, കോപ്പർ സെൽ. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ അവിടെ തന്നെ പഠിച്ചു. സിൽവർ നൈട്രേറ്റിൽ കോപ്പർ താഴ്ത്തി വെച്ചാൽ നടക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയതാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചില എക്സാമ്പിൾസ് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. പുസ്തകത്തിനകത്ത് കിടക്കുന്ന എക്സാമ്പിൾസാണ് ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. കുറച്ച് മെറ്റൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ മെഗ്നീഷ്യം, സിൽവർ, മെഗ്നീഷ്യം, മെഗ്നീഷ്യം, കോപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ അതേ എക്സാമ്പിൾ തന്നെയാണ് അല്ലേ? ഇനി അതിൻ്റെ പിന്നെ കുറെ സൊല്യൂഷൻ നിങ്ങളുടെ ഒക്കെ അവിടെ കാണാം. കോപ്പർ സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ അവിടെ എഴുതുകയും വേണം. ഇവിടെ ഒന്നാമത്തെ നമുക്കിവിടെ കൊടുത്തിരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. കോപ്പർ സൾഫേറ്റ് ലായനിയിലോ സൊല്യൂഷനിൽ മെഗ്നീഷ്യം താഴ്ത്തി വെച്ചാൽ, ഒരു കഷ്ണം മെഗ്നീഷ്യം നിങ്ങൾ കോപ്പർ സൾഫേറ്റ്, നീല കളറിലുള്ള കോപ്പർ സൾഫേറ്റിൽ ഒരു കഷ്ണം മെഗ്നീഷ്യം താഴ്ത്തി വെച്ചാൽ എന്ത് സംഭവിക്കും? അതായത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനം നടക്കുമോ ഇല്ലയോ? പ്രവർത്തനം നടക്കുമെങ്കിൽ ഇതാ റിയാക്ഷൻ ടേക്സ് പ്ലേസ് എന്ന് എഴുതണം. നടക്കുമെങ്കിൽ, ഇല്ലെങ്കിൽ നോ റിയാക്ഷൻ എന്ന് നിങ്ങൾ അവിടെ എഴുതണം. ഇതിൻ്റെ നേർക്ക്, ഓരോന്നിൻ്റെ നേർക്ക് നിങ്ങൾ പുസ്തകത്തിൽ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, റിയാക്ഷൻ ടേക്സ് പ്ലേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റിയാക്ഷൻ നടക്കും, പ്രവർത്തനം നടക്കും. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്കറിയില്ല. കഴിഞ്ഞ 2 എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞതാണ്. ഇത് തീർച്ചയായിട്ടും ഒന്നുകൂടെ ഞാൻ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്താ. കോപ്പർ സൾഫേറ്റിലെ മെഗ്നീഷ്യം താഴ്ത്തി വെച്ചാൽ അവിടെ റിയാക്ഷൻ നടക്കുമെന്ന് നമ്മളിവിടെ പറഞ്ഞു. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണാം. കോപ്പർ സൾഫേറ്റിലെ കോപ്പർ എന്ന മെറ്റലിനേക്കാൾ കഴിവ് കൂടുതലാണ്, റിയാക്ടിവിറ്റി കൂടുതലാണ് മെഗ്നീഷ്യത്തിന്. നമ്മൾ അതിനാണ് റിയാക്ടിവിറ്റി സീരീസ് നിങ്ങളുടെ ഞാൻ പഠിക്കാൻ പറയും. റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ അവിടെ പഠിക്കുന്നു. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, നമ്മൾ ഇങ്ങനെ അതിൻ്റെ ക്രമം പഠിക്കുക. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഏത് മെറ്റലിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ഏത് മെറ്റലിനാണ് റിയാക്ടിവിറ്റി കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മലയാളത്തിൽ പറയുമ്പോൾ ക്രിയാശേഷി കൂടുതലാർക്ക്, ക്രിയാശേഷി കുറവാർക്ക്. 2 മെറ്റൽ ഇവിടെ. അപ്പോൾ 2 മെറ്റൽ ആരൊക്കെയാണ്? മെഗ്നീഷ്യവും കോപ്പറുമാണ്. മെഗ്നീഷ്യം, കോപ്പർ ഇവർ രണ്ടുപേരും നമ്മൾ പരിശോധിച്ചാൽ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിച്ചാൽ മെഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലും കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
അപ്പോൾ ആ കോപ്പറിന്റെ ലായനിയാണ്, സൊല്യൂഷനാണ് കോപ്പർ സൾഫേറ്റ്. ആ കോപ്പർ സൾഫേറ്റിൽ മെഗ്നീഷ്യം താഴ്ത്തി വെച്ചാൽ തീർച്ചയായിട്ടും റിയാക്ടിവിറ്റി കൂടിയ മെഗ്നീഷ്യം റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് എന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും അവിടെ, ആദേശ രാസപ്രവർത്തനം നടക്കും അല്ലേ? അതാണ് നമുക്കിവിടെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എഴുതിയത് റിയാക്ഷൻ ടേക്സ് പ്ലേസ് നമ്മൾ എഴുതിയത്. ഇവിടെ എങ്ങനെയാണെന്ന് പ്രവർത്തനം നടക്കുന്നതെന്ന് ചോദിച്ചാൽ മെഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക, ഇക്വേഷൻസ് എഴുതി പഠിക്കണം. ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് മെഗ്നീഷ്യത്തിന് കൂടുതലാണ്. അപ്പം മെഗ്നീഷ്യം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ഇക്വേഷൻ നിങ്ങളുടെ പുസ്തകത്തിലൊന്നുമില്ല, എഴുതിയിട്ട് പഠിക്കുക. മെഗ്നീഷ്യത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവാകുമ്പോൾ മെഗ്നീഷ്യം ഗീവ്സ്, Mg ഗീവ്സ്, അങ്ങനെ എഴുതാവും. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നാ പറയുന്നത്. മലയാളത്തിൽ ഓക്സീകരണ പ്രവർത്തനം, ഓക്സിഡേഷൻ റിയാക്ഷൻ അതാണ്. അപ്പൊ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് മെഗ്നീഷ്യത്തിന്. അപ്പൊ Mg ഗീവ്സ്, മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതുക? Mg2++ 2e-. മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി വിട്ടുകൊടുത്ത് Mg2+ അയോണായിട്ട് മാറും. താഴ്ത്തി വെച്ച കോപ്പർ സൾഫേറ്റിൽ താഴ്ത്തി വെച്ച മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Mg2+ അയോണായിട്ടോടെ മാറും. ഈ 2 ഇലക്ട്രോൺ മെഗ്നീഷ്യം ലായനിയിലേക്ക് വിട്ടുകൊടുത്ത ഈ 2 ഇലക്ട്രോൺ ആരാണ് സ്വീകരിക്കുക? ലായനിയിലുള്ള Cu2+. ലായനിയില് Cu2+ ഉണ്ട്. ഈ Cu2+ ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ഇതിന്റെ ചാർജ് നഷ്ടപ്പെടും. പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെട്ട് കോപ്പർ ആറ്റങ്ങളായിട്ട് മാറും. ഈ കോപ്പർ ആറ്റങ്ങളാണ് ഈ മെഗ്നീഷ്യത്തിന്റെ പുറത്ത് പറ്റിപ്പിടിക്കുന്നത്. ചിത്രം നമ്മൾ വരച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞുള്ള പോലെ തന്നെ ഇപ്പൊ ബീക്കറിൽ പടമൊന്നും പുസ്തകത്തിലില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത് ഞാൻ. ഇതിൽ എന്തെടുക്കുക? കോപ്പർ സൾഫേറ്റ് എടുക്കുക. CuSO4 കോപ്പർ സൾഫേറ്റ് എടുത്തു. ഓക്കെ, നമ്മൾ ഇതിൽ താഴ്ത്തി വെച്ചത് മെഗ്നീഷ്യം നമ്മൾ താഴ്ത്തി വെച്ചു. ഇവിടെ റിയാക്ഷൻ നടക്കുമെന്ന് ചോദിച്ചാൽ റിയാക്ഷൻ നടക്കും, തീർച്ചയായും റിയാക്ഷൻ ടേക്സ് പ്ലേസ്, റിയാക്ഷൻ നടക്കും, പ്രവർത്തനം നടക്കും. കാരണം താഴ്ത്തി വെച്ച മെഗ്നീഷ്യത്തിന് കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. അത് നിങ്ങൾ നോക്കണം. റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിലേ പ്രവർത്തനം നടക്കുകയുള്ളൂ. ഇപ്പോൾ കോപ്പറിനേക്കാൾ കഴിവ് കൂടി ആരെങ്കിലും വന്നാലേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തനം നടക്കില്ല. കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റണം, അവിടെ നിന്ന് ആദേശം ചെയ്ത് മാറ്റണമെങ്കിൽ അവനേക്കാൾ കഴിവ് കൂടിയവനായിരിക്കണം. അവിടെ കഴിവ് കൂടി ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ കഴിവ് കൂടിയ ആൾ തന്നെ വരണം. അപ്പോൾ മെഗ്നീഷ്യത്തിന് കഴിവ് കൂടുതലാണ്. അപ്പോൾ മെഗ്നീഷ്യം ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Mg2+ അയോണായിട്ട് മാറും. മെഗ്നീഷ്യം Mg ഗീവ്സ്. ഇത് പരീക്ഷയിൽ ചോദിക്കും. ഓക്സിഡേഷൻ റിയാക്ഷനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചുകൂടാന്നില്ല. പുസ്തകത്തിൽ ഇക്വേഷൻ ഒന്നുമില്ല, എഴുതി പഠിക്കണം. അതാണ് ഞാൻ 2 എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നത്. 2 എക്സാമ്പിളിൽ നമ്മുടെ ഇക്വേഷൻ അവിടെ എഴുതി പഠിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ നോക്ക്, മെഗ്നീഷ്യം താഴ്ത്തി വെച്ച മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ഇക്വേഷൻ. ഇതാണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. ഓക്സീകരണ ഇക്വേഷൻ, അതായത് ഓക്സിഡേഷൻ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ Mg ഗീവ്സ് Mg2++ 2e- എന്ന് എഴുതണം നിങ്ങൾ. ഓക്കെ, അടുത്ത് ഈ 2 ഇലക്ട്രോൺ ആരാണ് സ്വീകരിച്ചത്? ലായനിയിൽ ഈ CuSO4 2 അയോൺസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ CuSO4 2 അയോൺസ് ആരൊക്കെയാണ്? Cu2+ഉം SO4 2-. അപ്പോൾ 2 ഇതാണ്ടോ, Cu2+ഉം SO4 2- കൂടെ ചേരുമ്പോഴാണ് CuSO4 ഉണ്ടാകുന്നത്. അപ്പൊ ഈ Cu2+, ലായനിയിലുള്ള Cu2+, ഇതാണ് ഈ 2 ഇലക്ട്രോണിനെ മെഗ്നീഷ്യം വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ഇതിന്റെ ചാർജ് നഷ്ടപ്പെടും. ചാർജ് നഷ്ടപ്പെട്ട് കോപ്പർ ആറ്റങ്ങളായിട്ട് മാറി ഈ മെഗ്നീഷ്യത്തിന്റെ പുറത്ത് പറ്റിപ്പിടിക്കുമ്പോൾ കോപ്പർ സൾഫേറ്റിന്റെ നിറം കുറയും. കോപ്പർ സൾഫേറ്റിന് നീല നിറം കൊടുത്തത് Cu2+ ആണ്. ആ Cu2+ ഇങ്ങനെ ഈ മെഗ്നീഷ്യത്തിന്റെ പുറത്ത് പറ്റിപ്പിടിക്കുന്നതിനനുസരിച്ച് നീല നിറം കുറയും. അതാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ആരാണ് ആദേശം ചെയ്തത്? ആരാണ് ഡിസ്പ്ലേസ്മെന്റ് നടത്തിയത്? ഇവിടെ മെഗ്നീഷ്യം അല്ലേ? അപ്പോൾ ഇത് വിട്ടുകൊടുത്ത പ്രവർത്തനം ഓക്സിഡേഷൻ, ഇത് റിഡക്ഷൻ ആണ്. സ്വീകരിച്ച പ്രവർത്തനം ഇലക്ട്രോൺ സ്വീകരിക്കുക, അതുകൊണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനം റിഡക്ഷൻ. അപ്പോൾ 2 പ്രവർത്തനം ഇവിടെ നടന്നു.
ഓക്സിഡേഷൻ നടന്നു, റിഡക്ഷൻ നടന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഏത് പ്രവർത്തനം ആണോ ആയിരിക്കും എന്ന് ചോദിച്ചാൽ റിഡോക്സ് റിയാക്ഷൻ. രണ്ട് പ്രവർത്തനം ഒരേ സമയത്ത് ഇങ്ങനെ നടന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷന് നിങ്ങൾ എഴുതി പഠിച്ചോളണം. അപ്പോൾ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, നടക്കുന്ന പ്രവർത്തനം എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും പുസ്തകത്തിലില്ല. ഓക്സിഡേഷൻ റിയാക്ഷൻ, മഗ്നീഷ്യം ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് നടക്കുന്ന പ്രവർത്തനം, അത് ലായനിയിലുള്ള Cu2+ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ആ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ പഠിച്ചു. ഓക്സിഡേഷൻ റിഡക്ഷൻ ഇക്വേഷൻ പഠിച്ചു. പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇത് വളരെ പ്രധാനമാണ്. ഇതേപോലെ ചോദിക്കും. ഇനി രണ്ടാമത്തെ ഇതാണ് കോപ്പർ സൾഫേറ്റില് സിൽവർ താഴ്ത്തി വെച്ചാൽ, കോപ്പർ സൾഫേറ്റില് സിൽവർ താഴ്ത്തി വെച്ചാൽ, നമ്മൾ കോപ്പർ സൾഫേറ്റ് ഇത് തന്നെ. അപ്പോൾ സിൽവർ താഴ്ത്തി വെച്ചാൽ പ്രവർത്തനം നടക്കുമോ ഇല്ലയോ നോക്കാം. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കുക. കോപ്പർ സിൽവർ സ്ഥാനം എവിടെയെന്ന് നോക്കുക. ഹൈഡ്രജൻ, കോപ്പർ, അത് കഴിഞ്ഞാൽ സിൽവർ, ഗോൾഡ് അല്ലേ. അവിടെ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ. അപ്പൊ കോപ്പർ, സിൽവർ അല്ലേ. അപ്പൊ കോപ്പറിന്റെ താഴെയാണ് ആര് വരുന്നത്? സിൽവർ വരുന്നത്. ഹൈഡ്രജൻ കഴിഞ്ഞാൽ കോപ്പറിന്റെ താഴെയാണ് വരുന്നത് സിൽവർ. അപ്പൊ തീർച്ചയായിട്ടും കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ് സിൽവർ. കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവ് സിൽവർ. അതുകൊണ്ട് ഇവിടെ പ്രവർത്തനം നടക്കില്ല. അപ്പൊ നിങ്ങൾ അവിടെ എഴുതണം നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ് എന്ന് എഴുതാതെ പ്രവർത്തനം നടക്കില്ല എന്ന് എഴുതണം. അല്ലെങ്കിൽ നോ റിയാക്ഷൻ എന്ന് എഴുതിയാലും മതി. അപ്പൊ അത് നടക്കില്ല, ഇത് പ്രവർത്തനം നടക്കില്ല. ഇനി നമുക്ക് ഇത് നടക്കുമെന്ന് നോക്കാം. ഇത് നമുക്ക് നടക്കുമെന്ന് നോക്കാം. നമുക്കിവിടെ പടം ഇതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ബീക്കർ എടുക്കുക. ബീക്കറിൽ എന്താ എടുക്കേണ്ടത്? സിങ്ക് സൾഫേറ്റ്. ഓക്കെ, ZnSO4 എടുത്തു, സിങ്ക് സൾഫേറ്റ് എടുത്തു. നമ്മൾ മഗ്നീഷ്യം താഴ്ത്തി വെച്ചു. മഗ്നീഷ്യം നമ്മൾ താഴ്ത്തി വെച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കണം പ്രവർത്തനം നടക്കുമോ ഇല്ലയോ നോക്കുക. പ്രവർത്തനം നടക്കും. റിയാക്ഷൻ ടേക്സ് പ്ലേസ് നടക്കും. എന്താ കാരണം? സിങ്കിനേക്കാൾ കഴിവ് കൂടുതലാണ് മഗ്നീഷ്യം. സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് ആർക്ക്? മഗ്നീഷ്യത്തിന്. അപ്പൊ തീർച്ചയായിട്ടും മഗ്നീഷ്യം ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. Mg2++ 2E-. ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതി പഠിക്കണം. അടുത്ത് ലായനിയിൽ Zn2+ഉം SO4 2- ഉണ്ട്. Zn2+ഉം SO4 2- ഉണ്ട്. അപ്പൊ ഈ Zn2+ 2E- ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ഇതിന്റെ ചാർജ് നഷ്ടപ്പെട്ട് സിങ്ക് ആറ്റമായി മാറും. സിങ്ക് ആറ്റമായിട്ട് മാറും. ഇത് ഓക്സിഡേഷൻ, ഇത് റിഡക്ഷൻ. ഇങ്ങനെ ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. ഓക്സിഡേഷൻ ഇക്വേഷൻ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം നോക്ക്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത്. അപ്പൊ Mg gives Mg2++ 2E-. ആ രണ്ട് ഇലക്ട്രോണിനെ ആരാണ് സ്വീകരിക്കുക? ലായനിയിൽ ആരൊക്കെ ഉണ്ട്? Zn2+, SO4 2-. ആ Zn2+ സിങ്ക് അയോൺ, Zn2+നെ സിങ്ക് അയോൺ എന്നാണ് പറയുന്നത്. സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് അയോൺ. ഈ സിങ്ക് അയോൺ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ച് ചാർജ് നഷ്ടപ്പെടുത്തി സിങ്ക് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടക്കും. ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രവർത്തനം നടക്കുന്നു. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇതിന്റെ ഓവറോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. Mg+ ZnSO4 gives. ഈ മഗ്നീഷ്യം സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാം, മാറ്റിയിട്ട് ആ സ്ഥാനത്ത് മഗ്നീഷ്യം വരും. അപ്പൊ MgSO4+ Zn കണ്ടോ, സിങ്ക് ഔട്ട്, സിങ്ക് പുറത്തായി. ഇതാണ് ഇവിടുത്തെ നടക്കുന്ന പ്രവർത്തനം. മഗ്നീഷ്യം സിങ്ക് സൾഫേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് സിങ്ക് കിട്ടും. മഗ്നീഷ്യം സൾഫേറ്റും സിങ്ക്. അപ്പൊ പ്രവർത്തനം നടക്കും. ഇത് പ്രവർത്തനം നടക്കും. അടുത്ത സിൽവർ നൈട്രേറ്റിൽ മഗ്നീഷ്യം താഴ്ത്തി വെച്ചാൽ, ഇനി ബാക്കി ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. മഗ്നീഷ്യം സിൽവർ നൈട്രേറ്റിലെ സിൽവറിനേക്കാൾ കഴിവ് കൂടുതലാണ് മഗ്നീഷ്യം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പ്രവർത്തനം നടക്കും. റിയാക്ഷൻ ടേക്സ് പ്ലേസ്. തീർച്ചയായിട്ടും പ്രവർത്തനം നടക്കും. മഗ്നീഷ്യമാണ് താഴ്ത്തി വെക്കുന്നത്. സിൽവർ നൈട്രേറ്റിൽ സിൽവറിന് കഴിവ് കുറവാണ്. അപ്പൊ മഗ്നീഷ്യം സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ആദേശം ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ മഗ്നീഷ്യം സൾഫേറ്റിൽ കോപ്പർ താഴ്ത്തി വയ്ക്കുക. കോപ്പറിനേക്കാൾ എന്തുമാത്രം റിയാക്ടിവിറ്റി കൂടുതലുള്ള മഗ്നീഷ്യം ആണ് നോക്കാം.
ഈ മെഗ്നീഷ്യത്തിനെ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് കോപ്പറിനുണ്ടോ? ഇല്ല. കോപ്പറിന്റെ മെഗ്നീഷ്യത്തിനേക്കാൾ ഒരുപാട് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പൊ ഇവിടെ പ്രവർത്തനം നടക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഇതുപോലെ പരീക്ഷയ്ക്ക് തന്നാൽ ആദ്യം നിങ്ങൾ നോക്കണം, ഇതിന്റെ റിയാക്ടിവിറ്റിക്ക് നോക്കണം. അതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, റിയാക്ടിവിറ്റി കുറവ്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ താഴ്ത്തി വെച്ചാലേ പ്രവർത്തനം നടക്കുകയുള്ളൂ. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ താഴ്ത്തി വെച്ചാൽ റിയാക്ഷൻ നടക്കില്ല. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. അതാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അല്ലേ, റിയാക്ടിവിറ്റി കൂടിയ ലോഹം റിയാക്ടിവിറ്റി കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്നും സൊല്യൂഷനിൽ നിന്നും ആദേശം ചെയ്യുന്ന പ്രവർത്തനം അല്ലേ. ആദേശം ചെയ്യുന്നത് അങ്ങനെയാണ്. അവിടെ താഴെ അതിൻ്റെ വിവരണം കൊടുത്തിട്ടുണ്ട്. ആദേശരാശി ഇവിടെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം ഓക്സീകരണവും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനം റിഡക്ഷനുമാണ്. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ റിയാക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ലോകത്തിനും റിയാക്ടിവിറ്റി വ്യത്യസ്തമാണ്. നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇത്തിരി എക്സാമ്പിളൊക്കെ കൂടെ പഠിച്ചു അല്ലേ. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ പഠിച്ചു. റിയാക്ടിവിറ്റി സീരീസിൽ താഴോട്ട് വരുന്ന ഒരു റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ റിയാക്ടിവിറ്റി അങ്ങനെ വ്യത്യസ്ത റിയാക്ടിവിറ്റിയുള്ള രണ്ട് മെറ്റൽ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളെ ഗാൽവാനിക് സെൽ എന്നാ വിളിക്കുക, അല്ലെങ്കിൽ വോൾട്ടാനിക് സെൽ എന്ന് പറയും, ഗാൽവനിക് സെൽ എന്ന് വിളിക്കും. വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മെറ്റൽ ഉപയോഗിച്ച് അവിടെ രാസപ്രവർത്തനം നടന്ന് നമുക്ക്, അതായത് കെമിക്കൽ എനർജി അവിടെ രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യാം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് നമുക്ക് അവിടെ പരീക്ഷണങ്ങളിലോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുസ്തകത്തിൽ ബാക്കി ഡീറ്റെയിൽസ് താഴെ ഉണ്ട്. ആ സെല്ലിൻ്റെ പടമൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്നത് ഗാൽവനിക് സെൽ എന്ന്. നിങ്ങൾ താഴെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഗാൽവനിക് സെൽ ഈസ് ആൻ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് ദി ഡിഫറൻസ് ഇൻ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അതായത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മെറ്റൽ ഉപയോഗിച്ച്, വ്യത്യസ്ത റിയാക്ടിവിറ്റി രണ്ട് മെറ്റൽ ഉപയോഗിച്ച് നമുക്ക് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലിനെ ഗാൽവനിക് സെൽ എന്ന്, അങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്തെടുക്കുന്ന സെല്ലുകൾ എന്താ വിളിക്കുക, ക്രമീകരിക്കുന്ന സെല്ലുകളൊക്കെ ഗാൽവനിക് സെൽ എന്നാണ് വിളിക്കുക. അപ്പൊ ഗാൽവനിക് സെല്ലിന്റെ ഒരു ചിത്രം നമുക്ക് അവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പടം എന്ന് പറയുന്നത് സിങ്കും കോപ്പർ ഉപയോഗിച്ചുള്ള ഒരു സെല്ലിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. സിങ്കും കോപ്പറും ഒരു ചിത്രം, അത് വളരെ പ്രധാനമാണ് പരീക്ഷയ്ക്ക്. സിങ്കും കോപ്പറും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. സിങ്കും കോപ്പറും രണ്ട് മെറ്റൽ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ അവിടെ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളെ വിളിക്കുന്നത് ഗാൽവനിക് സെൽ എന്നാണ്. അപ്പൊ ഗാൽവനിക് സെല്ലിൽ അവിടെ ഏത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അവിടെ രാസ പ്രവർത്തനം വഴി കെമിക്കൽ എനർജി, രാസ ഊർജം ഏത് ഊർജമായിട്ട് മാറും, വൈദ്യുത ഊർജമായിട്ട് മാറും. വൈദ്യുതി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ചിത്രം നമുക്ക് വരച്ച് പഠിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവിടെ നിങ്ങൾ പുസ്തകം നോക്കുക, എല്ലാവരും പുസ്തകം നോക്കുക. അവിടെ രണ്ട് ബീക്കർ കൊടുത്തിട്ടുണ്ട്, 2 ബീക്കേഴ്സ്, രണ്ട് ബീക്കർ എടുക്കണം. ചിത്രമൊക്കെ വരച്ച് പഠിക്കും. രണ്ട് ബീക്കർ വരയ്ക്കേണ്ട രീതി പുസ്തകം നോക്കി തെറ്റാതെ വരയ്ക്കണം. നിങ്ങൾ ഒരു ബീക്കർ വരച്ചിട്ട് അടുത്ത് എവിടെയെങ്കിലും കൊണ്ട് അടുത്ത ബീക്കർ വരയ്ക്കരുത്. ആ ബീക്കറിന് ഒരു അല്പ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അടുത്ത ബീക്കർ വരയ്ക്കുക. രണ്ട് ബീക്കർ വരയ്ക്കുക അടുത്തടുത്തായിട്ട്. തീരെ ചേർന്നിരിക്കുക വേണ്ട, എന്നാൽ തീരെ അകന്നും പോകരുതോ. ആ ഒരു ക്രമീകരണത്തിൽ രണ്ട് ബീക്കർ ഇട്ടാൽ ടേക്ക് 2 ബീക്കേഴ്സ്, 1 containing 100 ml സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അതിൽ 100 ml സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഒന്നിലെടുക്കണം. 100 ml സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ബീക്കറിൽ എടുക്കണം. അടുത്ത രണ്ടാമത്തെ ബീക്കറിൽ സെക്കൻഡ് കണ്ടെയ്നിങ് അവിടെ ഏതാ എടുക്കേണ്ടത്, കോപ്പർ സൾഫേറ്റ്. അതേ അളവിൽ എമൗണ്ടിൽ, സെയിം എമൗണ്ടിൽ എടുക്കേണ്ടത്, അതേ അളവിൽ നിങ്ങൾ എടുക്കേണ്ടത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾ രണ്ട് ബീക്കർ ആദ്യം എടുക്കുക. രണ്ട് ബീക്കറിൽ എന്താണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ബീക്കറിൽ, ഫസ്റ്റ് ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കണം അല്ലേ. ഒന്നാമത്തെ ബീക്കറിൽ, ഒരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ്. രണ്ടാമത്തെ ബീക്കറിൽ എന്തെടുക്കണം,
കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കണം. അതേ സെയിം എമൗണ്ട്സ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് താഴ്ത്തി വയ്ക്കണം. ഒരു സിങ്ക് തന്നെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ താഴ്ത്തി വയ്ക്കണം. സിങ്ക് റോഡ്. രണ്ടാമത്തെ ബീക്കറില് കോപ്പർ റോഡ് താഴ്ത്തി വയ്ക്കണം. കോപ്പർ സൾഫേറ്റില് കോപ്പർ റോഡ് താഴ്ത്തി വയ്ക്കണം. അപ്പോൾ സിങ്ക് റോഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് താഴ്ത്തി വയ്ക്കണം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ തന്നെ താഴ്ത്തി വയ്ക്കണം. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ അഗ്നിങ്ങളെ ഒരു മെറ്റാലിക് വയർ ഉപയോഗിച്ച് വോൾട്ട് മീറ്ററുമായിട്ട് ഘടിപ്പിക്കണം. ഒരു വോൾട്ട് മീറ്റർ എടുത്ത് ഇതിന്റെ അഗ്നിങ്ങള് ഈ മെറ്റാലിക് വയർ ഉപയോഗിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ ചിത്രമൊക്കെ ഉണ്ട്, പടം വരച്ചു പിടിക്കുക. ഒരു വോൾട്ട് മീറ്റർ എടുത്ത് അതായത് എത്ര കറണ്ട് അല്ലേ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസം പോലും വൈദ്യുതപ്രവാഹത്തിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വോൾട്ടർ എത്രയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വോൾട്ട് മീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്റർ എടുത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന് രണ്ട് നെഗറ്റീവ് എൻഡ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അതുപോലെ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് അഗ്രം ഈ സിങ്ക് റോഡുമായിട്ട് ഘടിപ്പിക്കണം. പോസിറ്റീവ് അഗ്രം ആരുമായിട്ട് ഘടിപ്പിക്കണം? കോപ്പറുമായിട്ട് ഘടിപ്പിക്കണം. ഇനി ഈ രണ്ട് ലായനികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സാൾട്ട് ബ്രിഡ്ജ് താഴ്ത്തി വെക്കണം. ഇതിനെ സാൾട്ട് ബ്രിഡ്ജ് എന്നാ പറയുന്നത്. താഴ്ന്ന് വരണം കേട്ടോ. സാൾട്ട് ബ്രിഡ്ജ് താഴ്ച. ഇത്രയുമാണ് നിങ്ങളുടെ പുസ്തകത്തിലെ ചിത്രമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു ആരോ മാർക്കൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ ആണ് കേട്ടോ. ഇലക്ട്രോണിന്റെ ഒരു ഡയറക്ഷൻ ആരോ മാർക്ക് കൊടുക്കും. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ പുസ്തകം. ഇത് പരീക്ഷയ്ക്ക് ചിത്രം വരയ്ക്കാനൊക്കെ ചോദിക്കും. വളരെ 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 ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലാതെ പബ്ലിക് പരീക്ഷ ക്വസ്റ്റ്യനേ കാണില്ല. അത്ര വളരെ നമ്മളിവിടെ പഠിക്കുന്നത് സിങ്ക് കോപ്പർ സെല്ലാണ്. സിങ്കും കോപ്പറും ചേർന്ന് ഒരു സെല്ല് നമ്മളോട് രൂപീകരിച്ച്. ഇപ്പൊ ഈ സെല്ലില് രാസപ്രവർത്തനത്തിലൂടെ അവിടെ എന്ത് കിട്ടുന്നു? വൈദ്യുതി കിട്ടുന്നു. ആ വൈദ്യുതിയുടെ പ്രസൻസ് നമുക്ക് വോൾട്ട് മീറ്റർ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നടക്കുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനം വഴി എത്ര കറണ്ടാണ് നമുക്കിവിടെ എത്ര വൈദ്യുതി കിട്ടും നമുക്ക് വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഇത്ര ഞാൻ ഒന്നുകൂടെ ചിത്രം നിങ്ങൾ നോക്കുക. രണ്ട് ബീക്കർ എടുക്കുക. ഒരു ബീക്കറിൽ 100 ml സിങ്ക് സൾഫേറ്റും രണ്ടാമത്തെ ബീക്കറിൽ അതേ എമൗണ്ട് എന്തെടുക്കുക? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് താഴ്ത്തി വെക്കുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ റോഡ് താഴ്ത്തി വെക്കുക. കോപ്പർ തന്നെ താഴ്ത്തി വെക്കുക. രണ്ടിന്റെയും അഗ്രങ്ങളെ ഒരു വോൾട്ട് മീറ്ററുമായിട്ട് ഘടിപ്പിക്കുക. ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ സിങ്ക് റോഡുമായിട്ട് ഘടിപ്പിക്കണം. വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ് അഗ്രം സിങ്ക് കോപ്പർ റോഡുമായിട്ട് ഘടിപ്പിക്കണം. ഇതിൽ കണക്ഷൻ മാറിയാൽ പോയി, പരീക്ഷയ്ക്ക് തെറ്റി. പോസിറ്റീവ് നെഗറ്റീവ് അടയാളപ്പെടുത്തുന്നത് കറക്റ്റായിട്ട് വേണം കേട്ടോ. ഈ സിങ്ക് എന്ന് പറയുന്ന സാധനം ആനോഡാണ്, ഇവൻ കാഥോഡാണ്. അതായത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആനോഡും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ കാഥോഡും. ഇപ്പൊ നമ്മൾ സിങ്ക് കോപ്പർ എടുത്താൽ സിങ്കിനാണ് കഴിവ് കൂടുതൽ. സിങ്കിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പൊ സിങ്ക് ആനോഡും കോപ്പർ കാഥോഡും ആയിരിക്കും. ആനോഡ് ഘടിപ്പിക്കേണ്ടത് വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ട്. ഇത് മാറരുത്, മാറിയാൽ നിങ്ങൾക്ക് മാർക്കേ കിട്ടൂല അടയാളപ്പെടുത്തുന്നതും എഴുതുന്നതും. ആനോഡ് ഘടിപ്പിക്കുന്നത് അതായത് സിങ്ക് ഘടിപ്പിക്കേണ്ടത് വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലും കാഥോഡ് ഘടിപ്പിക്കേണ്ടത് വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവ് അഗ്രമായിട്ട് ഘടിപ്പിക്കണം. ഘടിപ്പിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് പ്രവർത്തനം ഈ രണ്ട് ലായനികൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സാൾട്ട് ബ്രിഡ്ജ് ക്രമീകരിക്കുക.
സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫിൽറ്റർ പേപ്പർ ചുരുട്ടി പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷനിലോ അമോണിയം ക്ലോറൈഡോ പൊട്ടാസ്യം ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ മുക്കി നമ്മൾ താഴ്ത്തി വെച്ചാലും മതി. അങ്ങനത്തെ പുസ്തകത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സാൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു ഫിൽറ്റർ പേപ്പർ എടുത്ത് ചുരുട്ടി നിങ്ങൾ ഇതേപോലെ യു ആകൃതി ഷേപ്പിൽ ഇങ്ങനെ എടുത്ത് പൊട്ടാസ്യം ക്ലോറൈഡോ പൊട്ടാസ്യം നൈട്രേറ്റോ സൊല്യൂഷനിൽ മുക്കിയ ശേഷം ക്രമീകരിച്ച് താഴ്ത്തി വയ്ക്കുക. ഒരു സാൾട്ട് ബ്രിഡ്ജ്, ഇതിനെ സാൾട്ട് ബ്രിഡ്ജ് എന്നാ പറയുക. 2 ലായനികളെ തമ്മിൽ കണക്ട് ചെയ്യുക. ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കറക്റ്റായിട്ട് ഇത് താഴ്ന്ന് തന്നെ ഇരിക്കണം. പല കുട്ടികളും വരയ്ക്കുമ്പോൾ ഇതിന് ആകാശത്ത് കെട്ടി നിർത്തിയ പോലെ നിർത്തിക്കളയും. പല പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ ചിത്രം കറക്റ്റായിട്ടായിരിക്കണം. അതുപോലെ സാൾട്ട് ബ്രിഡ്ജും താഴ്ന്നു വരണം. ഇതേപോലെ അല്പം താഴ്ന്നു നിൽക്കണം ലായനി. അതും ആകാശത്തിൽ ചില പിള്ളേർ ഇങ്ങനെ നിർത്തുന്നതാണ് കാണുന്നത്. അങ്ങനെ നിർത്തരുത്. ലായനികളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് സാൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ പടം കറക്റ്റ് ആയിരിക്കണം. വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ആനോഡുമായിട്ട്, പോസിറ്റീവ് കാഥോഡുമായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോൺ പ്രവാഹം ഏതിൽ നിന്ന് ഏതിലേക്ക്? ഇലക്ട്രോൺ പ്രവാഹം എപ്പോഴും ആനോഡ് ടു കാഥോഡാണ്. ആനോഡ് ടു കാഥോഡ്, അതായത് സിങ്ക് ടു കാഥോഡ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇലക്ട്രോൺ ഡയറക്ഷൻ. ഇത് അടയാളപ്പെടുത്തണം പരീക്ഷ. ഇലക്ട്രോണുകളുടെ ഡയറക്ഷൻ എവിടെ നിന്ന് എവിടത്തേക്കാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്? ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ്. ആനോഡാണ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത്. ആനോഡ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, കാഥോഡ് സ്വീകരിക്കുന്നു. അപ്പൊ ഇലക്ട്രോൺ പ്രവാഹം എപ്പോഴും ഏത്? ആനോഡിൽ നിന്നും കാഥോഡിലേക്ക്. ഇനി ഇങ്ങനെ ഇലക്ട്രോൺ പ്രവഹിക്കുമ്പോൾ ഇവിടെ രാസപ്രവർത്തനം നടക്കും, റിയാക്ഷൻ നടക്കും, പ്രവർത്തനം നടക്കും. ആ നടക്കുന്നതിൻ്റെ പൂർണ്ണമായ രീതി നിങ്ങളുടെ പുസ്തകത്തിലില്ല. അത് നിങ്ങൾ പ്ലസ് 2ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ സാധിക്കും. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ അവിടെ ഉണ്ട് പ്ലസ് 2 വരുമ്പോൾ. ആ പ്ലസ് 2 ഇലക്ട്രോ കെമിസ്ട്രിയിൽ വിശദമായിട്ട് ഈ ചാപ്റ്റർ വീട്ടിൽ അവിടെ നിങ്ങൾ പഠിക്കും. അവിടെ വരുമ്പോൾ ഇതിൻ്റെ ബാക്കി ഇവിടെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തനം, ഇതെല്ലാം വിശദമായിട്ട് നിങ്ങൾ അവിടെ പഠിക്കും. ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് ഇതിൻ്റെ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇലക്ട്രോണുകൾ ഈ വയർ വഴി ബാഹ്യ സർക്യൂട്ട്, എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഇങ്ങനെ പ്രവഹിച്ച് ഇവിടെ വരും. അപ്പോൾ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നടന്ന് നമുക്ക് എന്ത് കിട്ടും? വൈദ്യുതി കിട്ടും. ആ വൈദ്യുതി ഇവിടെ നമുക്ക് വോൾട്ട് മീറ്റർ നോക്കി നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും, ഇല്ലേ? ഇനി ഇങ്ങനെ ഇവിടെ രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുത പ്രവാഹം എവിടെ നിന്ന് എങ്ങോട്ടാണ്? വൈദ്യുതി എപ്പോഴും നമുക്കറിയാം പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇലക്ട്രോൺ പ്രവാഹത്തിന്റെ എതിർ ദിശയിലാണ് വൈദ്യുത പ്രവാഹം. അപ്പോൾ വൈദ്യുതി പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. അപ്പൊ ഏതിലേക്ക്? വൈദ്യുത പ്രവാഹം എപ്പോഴും കോപ്പർ ടു സിങ്ക്. അതാണ് പോസിറ്റീവ്. ഇപ്പൊ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. അപ്പൊ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. അതും നിങ്ങൾ തെറ്റരുത്. ഇലക്ട്രോൺ പ്രവാഹം, ഇലക്ട്രോണുകളുടെ ഡയറക്ഷൻ സിങ്ക് ടു കോപ്പർ. കറണ്ട് പ്രവാഹം, വൈദ്യുതി പ്രവാഹം കോപ്പർ ടു സിങ്ക്. കോപ്പർ ടു സിങ്ക്, അതായത് പോസിറ്റീവ് ടു നെഗറ്റീവ്. പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ ആനോഡ് ആണ് സിങ്ക്, പക്ഷെ സിങ്ക് നെഗറ്റീവ് ആണ്. കാരണം സിങ്ക് കണക്ട് ചെയ്തിരിക്കുന്നത് വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവുമായിട്ടാണ്. പിന്നെ കാഥോഡ് കോപ്പർ റിയാക്ടിവിറ്റി കുറവാണ്, കാഥോഡാണ്, പക്ഷെ കണക്ട് ചെയ്തിരിക്കുന്നത് വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവായിട്ടാണ്. അപ്പൊ എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് എപ്പോഴും നമ്മൾ ഈ കറണ്ട് പ്രവാഹം പോസിറ്റീവ് നെഗറ്റീവ്. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഇവിടെ ഇലക്ട്രോൺ രണ്ട് പേര് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ കഴിവാക്കുക സിങ്കല്ലേ. അപ്പൊ സിങ്കിന്റെ റിയാക്ഷൻ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പഠിച്ചു. ഇങ്ങനെ എഴുതുക, Zn gives Zn2++ 2e- എഴുതി പഠിച്ചോളാം. സിങ്കിൽ നടക്കുന്ന റിയാക്ഷൻ സിങ്ക് ഇലക്ട്രോഡ് കേട്ടോ. സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ Zn gives Zn2++ 2e-. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഈ സിങ്ക് ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. ഓക്കെ, ഈ 2 ഇലക്ട്രോൺ ആര് സ്വീകരിക്കും? അപ്പോൾ കോപ്പർ ഇലക്ട്രോഡ് കോപ്പർ നടക്കുന്ന. അപ്പൊ എങ്ങനെ എഴുതാം? Cu2++ 2e- gives Cu. അപ്പൊ നോക്ക്, സിങ്കിൽ നടന്ന ഇലക്ട്രോൺ, സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലായത് സിങ്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് Zn gives Zn2++ 2e-. ഓക്സിഡേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്സിഡേഷൻ ഈ 2 ഇലക്ട്രോണിന് ആരാ സ്വീകരിക്കുന്നത്? ലായനിയിലുള്ള Cu2+. ഇവിടെ നേരെ ഈ കോപ്പർ വഴി നേരെ ഇനി ലായനിയിലേക്കാണ് വരുന്നത്. അപ്പൊ Cu2+ സ്വീകരിക്കും. അപ്പൊ Cu2++ 2e- gives. നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ്. ഇനി രണ്ടും കൂടെ നമുക്ക് ചേർത്ത് എഴുതാം. ഇതും കൂടി ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? Zn bar Cu2+,
2 plus gives Zn2 plus 2 plus bar Cu. ഇതാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻ. ഓക്സിഡേഷൻ Zn gives Zn2 plus 2e minus റിഡക്ഷൻ Cu2 plus 2e minus Cu. നോക്കി ഈ ഗീവ്സിന് ഇപ്പുറത്ത് കിടക്കുന്ന നോക്കി Zn ബാർ, ഇതിനിപ്പുറത്ത് Cu2 plus ഗീവ്സ്, ഇപ്പുറത്തുള്ള നോക്കി Zn2 plus ബാർ Cu. അത് ചേർത്തങ്ങ് എഴുതിയാൽ മതി. ഈ രണ്ട് ഇക്വേഷൻ, ഈ ഇക്വേഷൻ, ഈ ഇക്വേഷൻ, ഇത് ഇക്വേഷൻ, ഈ മൂന്ന് ഇക്വേഷൻ എഴുതി പഠിക്കുക. ഇതാണ് സിങ്ക് കോപ്പർ ചേർന്നുള്ള സെല്ല്. ഇതിനെ ഗാൽവനിക് സെൽ എന്നാ പറയുക. സിങ്കും കോപ്പറും ചേർന്ന സെല്ല് ഉപയോഗിച്ച് നമ്മളിവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നത് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഇത് ഗാൽവനിക് സെല്ലിന്റെ ചിത്രം വരച്ചു പഠിക്കുക, ഇക്വേഷൻസ് ഒക്കെ എഴുതി പഠിക്കുക, വരച്ചു പഠിക്കുക. ഇനി ഇതേപോലുള്ള സെല്ലുകൾ നമുക്ക് നിർമ്മിച്ച് നമുക്ക് പഠിക്കണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇത് തൽക്കാലം എഴുതി വരച്ചൊക്കെ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിക്കുകയാണ്.